കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ഭാഗികമായി പിന്മാറി സ്വകാര്യ ആശുപത്രികൾ. അടിയന്തരമായി വേണ്ട ശസ്ത്രക്രിയകൾ, ഡയാലിസിസ് സേവനങ്ങൾ മാത്രമേ ഇനി കാരുണ്യ വഴി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകൂ. പദ്ധതിയുടെ സർക്കാർ ആശുപത്രികൾക്കായി സർക്കാർ നൽകാനുള്ളത് 950 കോടിയിലധികം രൂപയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ കാർഡുമായി സ്വകാര്യ ആശുപത്രിയിലെത്തിയാൽ ഇനി ചികിത്സ ലഭിക്കില്ല. ഹൃദയ ശസ്ത്രക്രിയ, ഡയാലിസിസ് തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള രോഗങ്ങൾക്ക് മാത്രമായി സ്വകാര്യ ആശുപത്രികൾ ചികിത്സ ചുരുക്കി. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ചികിത്സ ഭാഗികമായിരിക്കും. രോഗികളെ വിവരമറിയിക്കുന്നതിനായി എല്ലാ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതി ഈ ആശുപത്രിയിൽ നിർത്തി എന്ന ബോർഡ് വയ്ക്കും. രീതിയിലുള്ള അടിയന്തരമായി വളരെ അത്യാവശ്യമായ ചികിത്സകൾ മാത്രമേ ഈ പദ്ധതി പ്രകാരം നൽകുകയുള്ളൂ. ഈ കുടിശ്ശികൾ തീർത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ പദ്ധതിയിൽ പരിപൂർണമായ ചികിത്സ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കുടിശ്ശിക ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയിൽ നിന്ന് ഓരോ ആളുകളായി വിട്ടുനിന്ന് ഈ പദ്ധതിയുമായി യാതൊരു രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുടിശ്ശിക വേഗം നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിലും വേഗം തീർപ്പുണ്ടാക്കാനാണ് മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ തീരുമാനം. കാരുണ്യ പദ്ധതിയിൽ മാത്രം 950 കോടിയിലേറെ രൂപ, കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ 185 കോടി രൂപ, ആരോഗ്യ കിരണം പദ്ധതിയിൽ 50 ലക്ഷം രൂപ. ഇങ്ങനെയാണ് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക. സർക്കാരിന്റെ കരുണ പദ്ധതിയുടെ പേരിൽ മാത്രമായപ്പോൾ നെട്ടോട്ടമോടുന്നത് സാധാരണക്കാരായ രോഗികളാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. വിവരങ്ങളുമായി PR പ്രവീണ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. PR പ്രവീണ, നമ്മൾ ഈ കാരുണ്യ പദ്ധതിയെക്കുറിച്ച് പലതവണ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തിരുത്തുന്നതിനായി തുടർച്ചയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ. പക്ഷേ ഇപ്പോഴും ഈ കുടിശ്ശിക അതേപടി നിലനിൽക്കുന്നു. സാധാരണക്കാരന് കിട്ടേണ്ട സേവനം നിർത്തുന്നു എന്നുള്ള ഒരു ബോർഡ് വരുന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങൾ എത്തുകയാണ്. എന്നിട്ടും ഇനി ഇത് പരിഹരിക്കേണ്ട, അല്ലെങ്കിൽ ഈ കുടിശ്ശിക ഇരിക്കട്ടെ, ആ ഒരു നിലപാടിലാണോ സർക്കാർ? അതായത് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ തോതിലുള്ള കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ധനവകുപ്പിന്റെ പ്രതിസന്ധി എന്നുള്ളതാണ് മറുപടി. പക്ഷേ മനുഷ്യന്റെ ആരോഗ്യകരമായ കാര്യമാണ്. ഒരു ശസ്ത്രക്രിയയ്ക്കായി സർക്കാർ ആശുപത്രിയിൽ 3 മാസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ സാധാരണക്കാർക്ക് ആശ്രയമായിരുന്നത് ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡുമായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാൽ ആ ശസ്ത്രക്രിയ നടക്കുമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെയുള്ള മറ്റു പല ചികിത്സകൾക്കും ചെലവേറിയ, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമല്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കുൾപ്പെടെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ആശ്വാസകരമായിരുന്നു ഈ കാസ്പ്, കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത്. അതാണ് ഇപ്പോൾ നിലയ്ക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ ഭാഗികമായി നിർത്തി എന്ന് പറയുമ്പോൾ തന്നെ ഡയാലിസിസും അടിയന്തര ശസ്ത്രക്രിയകൾ, ഒരു പെട്ടെന്നൊരു രോഗിയെ കൊണ്ടുവന്നാൽ ചെയ്യേണ്ടത് മാത്രമായിരിക്കും ചെയ്യുക. നേരത്തെ തീരുമാനിക്കുന്ന ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ ചെയ്യുകയുമില്ല. ഇങ്ങനെ സ്വകാര്യ ആശുപത്രികൾ, ഏതാണ്ട് 400-ലധികം സ്വകാര്യ ആശുപത്രികളാണ് പദ്ധതിയുമായി സഹകരിക്കുന്നത്. അവർ പൂർണ്ണമായും പിന്മാറിയാൽ ഈ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടതുപോലെയാകും. ഇതിൽ ധനപ്രതിസന്ധിയാണ് കാരണമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന മറുപടി. പക്ഷേ ഒരു പ്രായോഗികമായ തലത്തിൽ ചിന്തിച്ചാൽ ഇതിന് അടിയന്തര പ്രാധാന്യം നൽകി ഈ കുടിശ്ശിക കുറച്ചെങ്കിലും കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ അത് വലിയ തോതിൽ സാധാരണക്കാരായ രോഗികളെ ബാധിക്കും. തിങ്കളാഴ്ച മുതൽ ചികിത്സ ഭാഗികമായി മാത്രമേ ലഭ്യമാകൂ എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. PR പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.